4 കളി അവസാനിച്ചു. 5 പോയിന്റ് മാത്രമാണ് പട്ടികയിൽ. AM സ്ഥാനത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ്. 4 കളി അവസാനിച്ചപ്പോൾ 1 വിജയം, 2 സമനില, 1 തോൽവി. ഈ സമനില ബ്ലാസ്റ്റേഴ്സിന് എന്തായാലും തീർച്ചയായിട്ടും ഒരു നെഗറ്റീവ് ആയിരിക്കും. അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് സമനിലകൾ പിടിക്കുകയാണെങ്കിൽ അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിട്ട് ബ്ലാസ്റ്റേഴ്സിനെ കാണാൻ സാധിക്കുകയുള്ളൂ. പ്ലേ ഓഫ് റൗണ്ടിലേക്ക് കയറാനുള്ള സാധ്യതകൾ അവിടെ തൊലഞ്ഞു പോകാനുള്ള സാധ്യതകളുണ്ട്. സോ ബ്ലാസ്റ്റേഴ്സ് അടുത്ത കളിയെങ്കിലും അല്ലെങ്കിൽ ഇനിയുള്ള കളി വിജയിക്കുക എന്നുള്ളത് വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ സദോയിനെ കുറിച്ച് പറയേണ്ട ഒരു ആവശ്യമില്ല. അദ്ദേഹം മതിയോ ഇനി നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് നയിക്കാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മികച്ച കളിയാണ് അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ കാണുന്നത്. ലൂനക്ക് പകരമല്ല, ലൂന പരിക്കായതിനു ശേഷം ഒരു മികച്ച പ്ലെയർ ബ്ലാസ്റ്റേഴ്സിൽ അനിവാര്യമായിരുന്നു. ആ ഒരു സ്ഥാനത്തേക്ക് അദ്ദേഹം ഇപ്പോൾ നിലകൊള്ളിക്കുകയാണ്. അത്രയ്ക്കും കിഡിലൻ പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഒഡീഷയ്ക്കെതിരെ ഒരു ഗോൾ നേടി, അതുപോലെ തന്നെ അതിന് മുമ്പുള്ള കളിയിലും ഒരു ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. മികച്ച പെർഫോമൻസ് ആണ്. നോ വേർഡ്സ് അബൌട്ട് ഹിം എന്നൊക്കെ പറയാം. കിഡിലൻ ഫിനിഷിങ്ങും അതുപോലെ തന്നെ ഭയങ്കര സ്പീഡി ആയിട്ടുള്ള റണ്ണുമുള്ള ഒരു പ്ലെയറാണ് നോസദോയ്. എല്ലാ മാച്ചുകളിലും ഇപ്പോൾ പ്ലെയർ ഓഫ് ദ മാച്ച് അവാർഡ് സ്വീകരിക്കപ്പെടുന്നു അദ്ദേഹത്തെക്കുറിച്ച് പറയാനില്ല. അദ്ദേഹത്തെക്കുറിച്ച് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യാം. നോസദോയ് വിയസ് ലൂന എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരൊറ്റ ഉത്തരമേ ഉള്ളൂ, അഡ്രിയൻ ലൂന. ലൂനനെ മറ്റൊരു വാക്കിൽ എനിക്ക് വിശേഷിപ്പിക്കാൻ ഒരിക്കലും അറിയില്ല, മെജീഷ്യൻ. നമ്മളൊക്കെ ആ ഒരു സംഭവം ഗോളാകുമോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരു കിടിലൻ പാസുകൾ കൊടുക്കാൻ സാധിക്കുമോ എന്നൊക്കെ വിചാരിക്കുന്ന സമയത്ത് ഞങ്ങളെ കണ്ണുകളെ തന്നെ ഹൈഡായിക്കൊണ്ട് പാസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ലൂന എന്ന് പറയുന്നത്. കിടിലൻ ആംഗിളുകളിലാണ് അദ്ദേഹം ഗോളടിച്ച് നമുക്ക് മുന്നിൽ കാണിച്ചു തന്നിട്ടുള്ളത്. സോ സ്റ്റിൽ ലൂന ഈസ് എ മെജീഷ്യൻ. അദ്ദേഹം ഇഞ്ചുറിയിൽപ്പെട്ട് കളിയിലേക്ക് തിരിച്ചു വന്ന ഒരു വ്യക്തിയാണ്. സോ അതിൻ്റെ കുറച്ച് ഔട്ട് ഓഫ് ഫോം കാര്യങ്ങളൊക്കെ കളിയിൽ എന്തായാലും കാണും. കുറച്ച് കളികൾക്ക് ശേഷം ലൂനയും ആ ഒരു ഫോമിലെത്തുകയും നോസദോയ് ഇപ്പോഴുള്ള ഫോമിൽ തിളങ്ങുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് കിഡിലൻ കളിയിലായിരിക്കും ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാൻ ഇരിക്കുന്നത്. ഒരൊറ്റ ചോദ്യം, ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ഒരു കളി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു കപ്പടിക്കാൻ സാധിക്കുമെന്ന് പറയാൻ പറ്റുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ശ്രദ്ധിക്കുന്നു. ബൈ, ഇറ്റ്സ് മീ സ്കോറേഴ്സ് മൈൻഡ്.